ഹജ്ജ് കർമ്മങ്ങൾ പരിസമാപ്തിയിലേക്കാണ്. തീർത്ഥാടകർ ഭൂരിഭാഗവും ഇന്നലെ തന്നെ കർമ്മങ്ങൾ പൂർത്തിയാക്കി മിനായിൽ നിന്ന് മടങ്ങി. സമാധാനപരമായിരുന്നു ഇത്തവണത്തെ ഹജ്ജ് കർമ്മം. ഒരു സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. ഹജ്ജ് പദ്ധതി വൻ വിജയമായിരുന്നു എന്നാണ് സൗദി അധികൃതർ പറയുന്നത്. ജലീൽ കണ്ണമംഗലം നമുക്കിപ്പം തത്സമയം ചേരുകയാണ്. ജലീൽ, ഗുഡ് മോർണിംഗ്. ജലീൽ, ഇത്തവണ യഥാർത്ഥത്തിൽ ഏറ്റവും സുരക്ഷിതമായി സമാധാനത്തോടെ ഒരു പ്രശ്നവും ഇല്ലാതെ ഹജ്ജ് കടന്നുപോയി. ഗുഡ് മോർണിംഗ് SKN. ഹജ്ജ് കർമ്മങ്ങൾ സമാപിക്കുകയാണ്. ഭൂരിഭാഗം തീർത്ഥാടകരും ഇന്നലെ തന്നെ കർമ്മങ്ങൾ അവസാനിപ്പിച്ച് മീനായിൽ നിന്ന് മടങ്ങി. ഇന്ന് വൈകുന്നേരത്തോടെ ബാക്കിയുള്ള തീർത്ഥാടകരും മീനായിൽ നിന്ന് ഇന്നത്തെ ജംറയിലെ കല്ലേർ കർമ്മം പൂർത്തിയാവുന്നതോടെ മീനായിൽ നിന്ന് മടങ്ങും. ഇനി തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം മടക്കയാത്രയുടെ നാളുകളാണ്. മദീന സന്ദർശിക്കാതെ, അതായത് ഹജ്ജിന് മുമ്പ് മദീന സന്ദർശിക്കാത്ത തീർത്ഥാടകർ ഇനി മദീനയിലേക്ക് പോകും. ഇന്നലെ തന്നെ തീർത്ഥാടകരുടെ നാട്ടിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചിരുന്നു. തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഇനി അവശേഷിക്കുന്ന കർമ്മം വിടവാങ്ങൽ തവാഫ് മാത്രമാണ്. അതായത് മക്കയിൽ നിന്ന് മക്ക നഗരത്തിൽ നിന്ന് വിട പറയുമ്പോൾ മസ്ജിദുൽ ഹറാമിൽ, മക്കയിലെ ഹറം പള്ളിയിൽ പോയി നിർവഹിക്കുന്ന കഅബ പ്രദക്ഷിണം വെക്കുന്ന കർമ്മമാണ് വിടവാങ്ങൽ തവാഫ്. അത് മാത്രമാണ് തീർത്ഥാടകർക്ക് ഇനി അവശേഷിക്കുന്ന കർമ്മം. 16,73,000 തീർത്ഥാടകരാണ് ഇത്തവണ ഹജ്ജ് നിർവഹിച്ചത്. ഇതിൽ 15 ലക്ഷം വിദേശ തീർത്ഥാടകരും 1,66,000 ആഭ്യന്തര തീർത്ഥാടകരുമാണ്. ഇന്ത്യയിൽ നിന്ന് 1,32,000 തീർത്ഥാടകർ ഹജ്ജ് നിർവഹിച്ചു. കേരളത്തിൽ നിന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി മാത്രം 16,000 തീർത്ഥാടകരാണ് ഇത്തവണ ഹജ്ജ് നിർവഹിച്ചത്. ഹറംപള്ളിയിലും മീന, അറഫ, മുസലിഫ തുടങ്ങിയ സ്ഥലങ്ങളിലുമായി 5 മുതൽ 6 ദിവസം വരെ കർമ്മങ്ങൾ നീണ്ടുനിന്നു. മുൻ വർഷങ്ങളിൽ നിന്ന് വളരെയേറെ പ്രത്യേകതകൾ ഇത്തവണത്തെ ഹജ്ജിനുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീർത്ഥാടകരുടെ എണ്ണം തന്നെയാണ്. സാധാരണ തീർത്ഥാടകരുടെ എണ്ണം അധികൃതർ പ്രഖ്യാപിച്ചാൽ അതിലും കൂടുതൽ 5 മുതൽ 10 ലക്ഷം വരെ അനധികൃത തീർത്ഥാടകർ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇത്തവണ 16,73,000 എന്നത് 16,73,000 തന്നെ നിന്നു. അത്ര തീർത്ഥാടകർ മാത്രമാണ് ഇത്തവണ ഹജ്ജ് നിർവഹിച്ചത്. അനധികൃത തീർത്ഥാടകർ ഇത്തവണ ഇല്ല എന്ന് തന്നെ പറയാം. മുൻ വർഷങ്ങളിൽ, കഴിഞ്ഞ വർഷം അനധികൃത തീർത്ഥാടകർ കാരണം വലിയ ദുരന്തമുണ്ടായ 1,300-ലേറെ ഹാജിമാർ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ 83% അനധികൃത തീർത്ഥാടകരായിരുന്നു എന്നാണ് കണക്ക്. അതിനു പുറമെ മറ്റൊരു കാര്യം, ഇത്തവണ കനത്ത ചൂട് വലിയ വെല്ലുവിളിയാകും എന്ന് കരുതിയിരുന്നു. 47 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് പുണ്യസ്ഥലങ്ങളിൽ ഹജ്ജ് വേളയിൽ അനുഭവപ്പെട്ട താപനില. അതിനെ വളരെ വിജയകരമായി പ്രതിരോധിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രധാനപ്പെട്ട കാരണം കൃത്യമായ ബോധവൽക്കരണമാണ് തീർത്ഥാടകർക്കിടയിൽ. പകൽ സമയത്ത്, അതായത് രാവിലെ 10 മുതൽ വൈകുന്നേരം 4 മണി വരെ പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശം നൽകി. കുട ഉപയോഗിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. അതിനു പുറമെ പൊതുസ്ഥലങ്ങളിൽ അധികൃതർ തണൽ കുടകൾ സ്ഥാപിച്ചു. ഈ ടെന്റുകളൊക്കെ ശീതീകരിച്ചു. തണുത്ത വെള്ളം സ്പ്രേ ചെയ്യുന്ന ഈ സംവിധാനമുണ്ടായി. ഇങ്ങനെയുള്ള വലിയ രൂപത്തിലുള്ള സംവിധാനങ്ങൾ ചെയ്തിരുന്നു. അതിന് പുറമെയാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ സേവനം. SKN ആരോഗ്യ മന്ത്രാലയത്തിന് വളരെ കൃത്യമായിട്ട് പകർച്ചവ്യാധി രോഗങ്ങളൊന്നും ഇല്ലാതെ പ്രതിരോധിക്കാൻ സാധിച്ചു. അതിന് പുറമെ നമ്മുടെ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള നമ്മുടെ സ്ഥാപനങ്ങളുടെ സൗജന്യ സേവനവും ഇത്തവണ പുണ്യസ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു. SKN. ഓക്കെ, താങ്ക് യു. ജലീൽ കണ്ണമംഗലമാണ് വിവരങ്ങൾ നൽകിയത്.